എല്ലാ കൂട്ടുകാർക്കും അലീസ് വേയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി എഗ് 65 ആണ്. അപ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാട്ടോ ഈ എഗ് 65ക്ക്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ ശരി, നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 2 പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ള മാത്രമേ ആവശ്യമുള്ളൂ, ഇതിൻ്റെ മഞ്ഞ ആവശ്യമില്ല. നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതേപോലെ നമുക്ക് മറ്റേതും ചെയ്തെടുക്കാം. പിന്നെ ഇതെല്ലാം മഞ്ഞക്കുരു മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സിയിട്ട് കറക്കിയിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലൂടെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഈ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ കളർ കൂടാനായിട്ട് ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് ഒരു പച്ചമുളകാണ്. പിന്നെ നമുക്ക് വേണ്ടതൊരു സബോള ചെറുതായിട്ട് അരിഞ്ഞത്. സബോള ഓപ്ഷനിലാണ്. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ലേശം കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കണം. ഞാൻ ചൂടാക്കാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്കിതിനെ ഇച്ചിരി വലുതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് ഇച്ചിരി എന്താ പറയുക തിക്ക് കൂട്ടിയിട്ട് എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ പ്രിഫർ പോലെയാട്ടോ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് തിക്ക് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിക്ക് കൂടിയിട്ടിടാം, തിക്ക് കുറച്ചിട്ട് വേണമെങ്കിൽ തിക്ക് കുറച്ചിട്ടിടാമെന്ന് കേട്ടോ. അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ട് നമുക്കിത് വേഗം തന്നെ ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ മറ്റേതെല്ലാം നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതും ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ ഒരു അടിപൊളിയായിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.